അച്ഛൻ നേരത്തെ കിടന്നു. ആര്? അച്ഛൻ. നീ ഇതുവരെ അങ്ങേരെ എന്താ വിളിച്ചോണ്ടിരുന്ന? മാഷെന്ന്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു അച്ഛൻ? അല്ല, ഇത്രയൊക്കെ ആയ നിലയ്ക്ക്. മോളുടെ പേരെന്താ മോളെ? പറയൂല. ചേടാ ഇതെന്ത് സാധനം? മോളെ ചേച്ചിക്ക് പേര് പറഞ്ഞുകൂട്. അമ്മയല്ലേ പേരട്ടെ, അമ്മ പറഞ്ഞുകൂട്. ഇവളിങ്ങനെ കേട്ടോ, അവളുടെ പേര് അവക്ക് ഇഷ്ടമല്ല അതാ. ഓ ആണോ? അതിന് ചിരിക്കുന്നത് എന്തിനാ? ഈ കൊച്ചിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. മോളെ ചേച്ചിയുടെ കൂടെ കൂട്ടുകൂടിക്കേ. അതിന് ഇവളേതാ? അയ്യോ അങ്ങനെ പറയല്ല മോളെ, നിന്റെ ചേച്ചി അത് ചേച്ചിന്ന് വിളിക്ക്. എന്റെ ചേച്ചിയൊന്നുമല്ല. അയ്യോ വേണ്ട ആന്റി, നിർബന്ധിക്കണ്ട. നിർബന്ധിച്ചിട്ട് വേണം ഈ പന്ന കൊച്ചു ചേച്ചിക്ക് പകരം തെറി വിളിക്കാൻ. മോളെ മുട്ടായിയെ അലിയിച്ച് തിന്നെ, കടിച്ചു പൊട്ടിക്കില്ല, പല്ല് പൊട്ടും. എന്റെ പല്ലല്ലേ, അമ്മയുടെ പല്ലല്ലോ. തർക്കുത്തരം പറയുന്നോടി നീ. നീ പോടി. അയ്യോ കണ്ടോ, മഹാഗുരുത്തക്കേടാ. ചേച്ചിയുടെ കൂടെ വിടട്ടാ നിന്നെ. നിന്നെ ഇപ്പൊ ഞാൻ വിടും. എന്റെ പൊന്നു, ഞാൻ ഇങ്ങനെ എങ്ങാനും പറഞ്ഞു എന്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഇനി മൂത്തോരോട് തർക്കുത്തരം പറയോടി നീ? ഇല്ലമ്മ. ഇനി പറയോടി നീ? ഇല്ലമ്മ. തല്ലല്ലേ. എന്റെ പൊന്നു, ഓർക്കാൻ കൂടി വയ്യ. ചേച്ചിക്ക് മുട്ടായി വേണോ? വേണ്ട, മോള് കഴിച്ചോ. ഓ അല്ലെങ്കിൽ ഇപ്പൊ തരാൻ പോവല്ലേ, ഒന്ന് പോടി. எங்க இந்த ட்ரெஸ் இந்தியன் படத்துல மனிஷா கொய்ரால போட்ட ட்ரெஸ் தானேங்க? வெரி நைஸ்ங்க. தேங்க்ஸ். வெரி கியூட்டுங்க. Thank you. வெரி வெரி பியூட்டிஃபுல்ங்க. Thank you. நான் உங்களுக்கு சொன்னேங்க. Congratulations. Why? You got promoted as the CEO of my heart. പക്ഷെ ഇന്നലെ കള്ളന്റെ പുറത്ത് പറഞ്ഞ പോലെയല്ല. ശരിക്കും താൻ വേണം, താൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ. ഹലോ, എന്താക്കണേ? കൊതുകിനെ കൊല്ലുന്നേ. എത്ര എണ്ണത്തിനെ കൊന്നു? 5 എണ്ണത്തിനെ കൊന്നു. 3 പെണ്ണും 2 ആണും. അതെങ്ങനെ മനസ്സിലായി? അത് 3 എണ്ണം കണ്ണാടിന്റെ മുമ്പിലും 2 എണ്ണം ബൈക്കിന്റെ മുകളിലും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വിചാരിച്ച. മമ്മി പണി പാടി. എന്താ 94 മെഴുതിരിയാ മേടിച്ചേക്കുന്നേ. തിരിച്ചു പിടിക്കടി. അയ്യോ പിന്നെ പണി പാടി 64. ഞാൻ വന്നാ മതിയോ? അതിന് തനിക്ക് അഭിനയിക്കറിയോ? അഭിനയിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു തന്നാ അഭിനയിച്ചു നോക്കാം. കുഞ്ഞുഞ്ഞെ, ഇവള് അഭിനയിക്കാന്ന്. ഇവിടെ അവിടെ നിന്നും വിളിക്കണ്ട, എനിക്ക് പേരുണ്ട്, ഭാവന. ഭാവന. അപ്പൊ സ്വന്തം പേര് തന്നെ വിളിച്ചത്? ആളെനിക്ക് ഇഷ്ടായി. രൂപയുടെ ക്യാരക്ടർ ഓക്കെ. അതെ, അണുബോംബുണ്ടാക്കണ കാര്യമൊന്നുമല്ലല്ലോ എത്ര ആലോചിക്കാൻ. പറ്റുമെങ്കിൽ മാത്രം എടുത്താ മതി. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. ഞാൻ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കണമെങ്കിൽ 1000 രൂപ മുൻകൂറായി തരണം. ഓഹോ, അത് ശരി. അപ്പൊ കാശടിക്കാനുള്ള സൂത്രമാണല്ലേ? അതെ, ഇനി റോഡ് എടുത്ത് വേണ്ട. റോയി എന്നാണല്ലേ പേര്? മിസ്റ്റർ റോയി, വാക്ക് പറഞ്ഞ ആ വാക്കിന്. അയ്യോ, ദേ ബാത്റൂമിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുന്നു. ഇത് ഓഫ് ആക്കത്തില്ല. അപ്പടി മറവിയാണ്. എന്ത് പറയാനാണ്? അതിനാരാണ് ഇപ്പൊ അതിനകത്ത് ഇറങ്ങി വന്നത്? ഞാൻ. പിന്നെ ഇതിനടി എന്നോട് ചൂടാകണത്? ഞാൻ നിങ്ങളെയാണോ ചൂടായത്? എനിക്ക് എന്നോട് തന്നെ ഒന്ന് ചൂടാകാൻ പാടില്ലേ? എന്നോട് ചൂടാകാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? நீங்க கூலிங் கிளாஸ் போட்டுக்கோங்க. குட். கல்யாணம் ஆயிடுச்சா? இல்ல. யாராச்சும் லவ்? സെറ്റ് ആവില്ല. அப்போ ஓகே. மித்ரா டீன் கூப்பிடுறாரு. சரி. എന്താ പാപ്പാ? அப்போ ஓகே. என்ன ஷிஃப்ட் 8 மணிக்கு முடியும். முடிஞ்ச பிறகு பேசலாம். பேசலாமே, நல்லா பேசலாமே. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്ക് ഇത്തിരി പ്രശ്നങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ? ഉദാഹരണത്തിന് നേന്ത്രപ്പഴില്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റുണ്ടോ ഷർട്ടുണ്ടോ ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണം മരിച്ചത്. എന്താ? ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്,
സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല.